നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. 19-ാം വചനം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. തുടർന്ന് യേശു പറയുന്ന വചനം എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി ശ്രദ്ധിച്ചേ. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. മാത്രം വ്യക്തമായിട്ടാണ് യേശു പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്. എല്ലാ അധികാരങ്ങളും അപ്പോസ്തലനായ പത്രോസിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ ഞാൻ കെട്ടിയിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ ഞാൻ അഴിച്ചിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പസ്തോലിക പിന്തുടർച്ച അവകാശികളായിരിക്കുന്ന നമ്മുടെ സഭയുടെ മേലധ്യക്ഷന്മാര്, വൈദികര്, അവർ കെട്ടിയാൽ കെട്ടിയതാ, അവർ അഴിച്ചാൽ അഴിച്ചതാ. കൈവെപ്പിലൂടെ ഈ ഒരു വലിയ അഭിഷേകം സഭയിൽ ഇങ്ങനെ പിന്തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കൈവെപ്പിന് അധികാരമുണ്ട്, ആ കൈവെപ്പിന് അഭിഷേകമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. പത്രോസ് അപ്പോസ്തലന് പ്രത്യേകിച്ച് സ്ഥാനം വല്ലതും ഉണ്ടോ? വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. യേശു തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. യേശു തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. പത്രോസ് അപ്പോസ്തലനെ സഭയുടെ തലവനായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? യേശു. അപ്പോൾ പത്രോസ് അപ്പോസ്തലന് പ്രത്യേക സ്ഥാനമുണ്ടോ? ഉണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടോ? ഉണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വലിയ വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ.
ദൈവം തെരഞ്ഞെടുത്തുയർത്തിയ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക അല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക അല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത് ദൈവമാണ്. ഒന്ന് കരമടിച്ചേ, കരമൊന്ന് ഉയർത്തിയടിച്ചേ. ഹല്ലേലൂയ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കേരളത്തിലും അതിനെ തുടർന്ന് ലോകം മുഴുവൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തീ കത്തിക്കാൻ, അഭിഷേകം പകരുവാൻ, ലോകത്തെ ഉണർത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത അനേക വ്യക്തികളുണ്ട്. നമ്മുടെ കേരള സഭയെ സംബന്ധിച്ച് സ്നേഹ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ, ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ, അവർക്കൊക്കെ വലിയ ഒരു സ്ഥാനമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എന്ത് പറയുന്നു? ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നായിക്കമ്പറമ്പിലച്ചന് ഇതേ ശബ്ദത്തിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞു കഴിയുമ്പോൾ സമൂഹ മധ്യത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും സമർത്ഥമായിട്ട് കർത്താവ് കോരിച്ചൊരിഞ്ഞു. കേരള സഭയിൽ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള രോഗശാന്തി വരത്തിൻ്റെ ശക്തമായ അഭിഷേകമുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ. ആണോ? മുമ്പേ നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, രോഗശാന്തി നൽകുന്നവർ, പ്രവാചകന്മാർ, പ്രബോധകന്മാർ. ഉണ്ടോ സഭയിൽ? ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി, ആ വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ പത്രോസ് അപ്പോസ്തലന് വലിയ ഒരു പ്രാധാന്യമുണ്ടോ? ചില സഭാ വിഭാഗങ്ങൾ, ചില വ്യക്തികൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ മഗ്ദലന മറിയം യേശുവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ ഓടി എത്തുകയാ. അവിടെ വരുമ്പോൾ ഇതാ കല്ലറ തുറന്നു കിടക്കുക. യേശു കല്ലറയ്ക്കുള്ളില്ല. അവളൊന്ന് കല്ലറയ്ക്കുള്ളിലേക്ക് ഉറ്റുനോക്കി. യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ എല്ലാം അവിടെ കല്ലറയ്ക്കുള്ളിൽ കിടപ്പുണ്ട്. യേശുവിൻ്റെ ശരീരം അവിടെയില്ല. അവൾ ഉടൻ തന്നെ ഓടി അപ്പസ്തോല പ്രമുഖനായ പത്രോസിന്റെ അടുക്കലേക്ക് അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഗുരുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളില്ല. അത് കേട്ട പടി പത്രോസ് അപ്പസ്തോലനും യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, അത് യോഹന്നാൻ, ഇരുവരും കല്ലറയിലേക്ക് ഓടി. പത്രോസും യോഹന്നാൻ ശ്ലീഹായും കല്ലറയിലേക്ക് ഓടുകയാ. യോഹന്നാൻ ചെറുപ്പക്കാരനാ. ഓടി ആദ്യം കല്ലറയ്ക്ക് മുൻപിൽ യോഹന്നാൻ ശ്ലീഹാ വന്നു നിന്നു. എന്നിട്ട് ഓട്ടത്തിനിടയിൽ നല്ല സ്പീഡിലുള്ള ഓട്ടോ കഥയ്ക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് എത്തി വലിഞ്ഞ് കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. കല്ലറയ്ക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരമില്ല. യോഹന്നാൻ ശ്ലീഹാ കല്ലറയ്ക്കകത്ത് കയറുന്നില്ല, അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ പ്രധാനി ഓടി വരുന്നേ ഉള്ളൂ. പത്രോസ് അപ്പോസ്തലൻ പ്രായമൊക്കെ ആയില്ലേ, ഓടാനൊക്കെ ഇച്ചിരി സ്പീഡ് കുറവുണ്ട്, കാൽമുട്ടിനൊക്കെ വേദന കാണും അല്ലേ. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലൻ ഓടി വരികയാണ്. ഓടി വന്നു, പാവം കതച്ച് നിൽക്കുക. പത്രോസ് അപ്പോസ്തലൻ കല്ലറയ്ക്കുള്ളിലേക്ക് ഉറ്റുനോക്കി. യേശുവിൻ്റെ ശരീരം അവിടെയില്ല. യേശുവിനെ പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ വചനം പറയുന്നു, ആദ്യം പത്രോസ് കല്ലറയ്ക്കുള്ളിലേക്ക് കയറി എല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം യേശു താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാൻ കല്ലറയ്ക്കുള്ളിൽ കയറി. എന്തേ യോഹന്നാൻ ആദ്യം കല്ലറയ്ക്കുള്ളിൽ കയറാതിരുന്നത്? കയറാൻ പറ്റത്തില്ല.
ഇത് ആദ്യം കണ്ട് ബോധ്യപ്പെടാനുള്ള വ്യക്തി പുറകെ വരുന്നുണ്ട്. അതാരാണ്? പത്രോസ് അപ്പസ്തോലൻ. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, പത്രോസിനെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അപ്പസ്തോലന്മാർ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഉന്നത സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെല്ലാവരും മാനിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. കർത്താവിന് ശക്തമായൊരു കൈയടി കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, നീ പാറയാകുന്നു, നീ ആകുന്ന പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകവാതിലുകൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ ഞാൻ അഴിച്ചിരിക്കും. ഇത് പറഞ്ഞത് യേശു ക്രിസ്തുവാ. മാറ്റമില്ലാത്ത വചനമാണിത്. ഈ വചനം എന്നും നിലനിൽക്കും. ഹല്ലേലൂയ. പത്രോസ് അപ്പസ്തോലനെ നിർത്തി ഇത് പറഞ്ഞിട്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിക്ക് ഉന്നതമായ സ്ഥാനമുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾക്കെതിരെ ആര് കരമുയർത്തിയാലും ആരൊക്കെ എതിര് സംസാരിച്ചാലും അവരൊക്കെ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരും. അത് ഉറപ്പാണ്. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ ആക്ഷേപിക്കുമ്പോൾ, അവർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു ദിവസം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനും ആരായാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവർ വാതിലൊക്കെ അടച്ചുപൂട്ടി ഇങ്ങനെ ഭയന്ന് ഒക്കെ വിഷമിച്ചൊക്കെ ഇരിക്കുക. യേശു മുറിക്കുള്ളിലേക്ക് വന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് യേശു അവരുടെ മേൽ നിശ്വസിച്ചു, അവരുടെ മേൽ ഊതി നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവിടെ വലിയ ഒരു ദൗത്യം അപ്പസ്തോലന്മാർ കൊടുക്കുക. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശുവിനെ പിതാവ് എന്തിനാ അയച്ചത്? മനുഷ്യവർഗത്തിൻ്റെ പാപമേറ്റെടുക്കാൻ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, പാപമോചനം നൽകാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പാപമോചനം ക്രിസ്തുവിലൂടെ മാത്രമാ. എഫേസോസ് 1:7, എഫേസോസ് 1:7. യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും രക്ഷയും ഉണ്ട്. യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും രക്ഷയുമുണ്ട്. യോഹന്നാൻ 20:22 പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞു അവിടെ മേൽ നിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അടുത്ത വചനം പറയുന്നു 23-ാം വചനം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവിടെ മേൽ നിശ്വസിച്ചു. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കാര്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? യേശു അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരുടെ മേൽ ഊതി ആത്മാവിനെ കൊടുത്തു, പാപങ്ങൾ ക്ഷമിക്കുവാൻ. അതിനുള്ള വലിയ ഒരു അധികാരം പരിശുദ്ധാത്മാവിലൂടെ അവർക്ക് നൽകുക. ആരുടെ പാപം ക്ഷമിച്ചാലും അത് ഞാൻ ക്ഷമിക്കും. നിങ്ങൾ പാപം ക്ഷമിക്കുന്നില്ലേ? ഞാനും ക്ഷമിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിച്ചത് തന്നെ. ഇവിടെ കൈവപ്പിലൂടെ ഈ അധികാരം, അഭിഷേകം കർത്താവിൻ്റെ അഭിഷേകത്തിലാണെന്ന് വൈദികർ, മെത്രാന്മാർ, കർദ്ദനാന്മാർ, പിന്നെ പരിശുദ്ധ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുമ്പസാരക്കൂട്ടിലും കർത്താവിൻ്റെ അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തു തന്നെയാണത്. യേശുവാണ് പാപങ്ങൾ മോചിക്കുന്നത്, യേശുവാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. കുമ്പസാരക്കൂട് ദൈവത്തിൻ്റെ കരുണയുടെ ഉറവയാണ്. കുമ്പസാരക്കൂട്ടിലൂടെ കർത്താവിൻ്റെ കരുണയുടെ പ്രവാഹമാണ്. ഹല്ലേലൂയ. ഒരു പാപി
കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നു. കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഒരു വിശുദ്ധനാണ്. പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ യേശു തൻ്റെ രക്തത്താൽ ആ വ്യക്തിയെ കഴുകി വിശുദ്ധീകരിക്കുക. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അധികാരത്തെ നമ്മൾ തിരിച്ചറിയണം. കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ പ്രാധാന്യം വിശ്വാസികൾ മനസ്സിലാക്കണം. അടുക്കൽ നമുക്ക് കുമ്പസാരിക്കാനായിട്ട് സാധിക്കണം. ആഴ്ചയിൽ 1 അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി വിശ്വമാനം സ്വീകരിക്കണം. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ശക്തമായിട്ട് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ കാണുകയാണ്, പത്രോസ് അപ്പസ്തോലന് 1-ാം സ്ഥാനമുണ്ടോ? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. ഒരു വെളിപാട് അനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. പ്രധാനികൾ ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരാണ് പ്രധാനികൾ. അവരുടെ മുൻപിൽ പൗലോസ് അപ്പസ്തോലൻ ചെന്ന് തനിക്ക് വെളിപാടിലൂടെ കിട്ടിയ സുവിശേഷം അവരെ അറിയിക്കാൻ, അവരെ പറഞ്ഞു കേൾപ്പിക്കുക. എന്താണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി സഭയിലെ പ്രധാനികളുടെ മുൻപിൽ ഒരു വെളിപാടിലൂടെ എനിക്ക് കിട്ടിയ സുവിശേഷം ഞാൻ വിജാതിയോട് എന്ത് പ്രസംഗിക്കുന്നു അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ, വചനം പ്രസംഗിക്കുന്നവർ, മറ്റു വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ സഭയോട് ചേർന്ന് നിൽക്കണം. സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കണം. സഭ അധികാരികളെ മാനിക്കണം, അനുസരിക്കണം. സുവിശേഷ പ്രഘോഷണം അനുഗ്രഹമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ സഭയോട് ചേർന്ന് സഭയെ അനുസരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, മറ്റു ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കർത്താവ് വലിയ രീതിയിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കുക, പൗലോസ് അപ്പസ്തോലൻ പ്രധാനികളുടെ മുൻപിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷം അവതരിപ്പിച്ചു. ഇനി അതേ അധ്യായത്തിൽ ഗലാത്യ 2:9 നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും. കേപ്പ ആരാണ്? പത്രോസ്. യാക്കോബ്, യോഹന്നാൻ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്കും ബാർന്നബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാർ മാനിച്ചിരുന്ന കേപ്പ, യോഹന്നാൻ, യാക്കോബ്, അവരുടെ മുൻപില് പൗലോസ് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നേതൃസ്തംഭങ്ങൾ എന്ത് ചെയ്തു? വലത്തുകര നീട്ടി കൂട്ടായ്മയിലേക്ക്, സഭയിലേക്ക് സ്വീകരിച്ചു. കരമടിച്ച് കർത്താവിനെ ഒന്ന് മുഖത്തപ്പെടുത്തിക്ക്. ഹല്ലേലൂയ. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ പൗലോസ് അപ്പസ്തോലൻ പ്രസംഗിച്ച സുവിശേഷത്തിന് 100% വിലയുണ്ട്. കരമടിച്ചൊന്ന് കർത്താവിനെ മുഖത്തപ്പെടുത്തിക്ക്. നേതൃത്വത്തെ നേരിട്ട് കണ്ട്
മാനിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വിജാതിയുടെ ഇടയിലേക്ക് കടന്നുപോയത്. ഇവിടെ വചനം കേൾക്കുന്ന ഏതെങ്കിലും ശുശ്രൂഷകരുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയണം. സഭയുടെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി വേണം നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുവാൻ. വ്യക്തിപരമായ ബോധ്യങ്ങളോ പഠനങ്ങളോ ഒന്നും വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. സഭ എന്ത് പഠിപ്പിക്കുന്നു, സഭ എന്ത് പറയുന്നു. 2000 വർഷത്തെ പാരമ്പര്യമുള്ള കത്തോലിക്ക സഭ, ഈ സഭയുടെ പഠനങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുക. ഈ സഭയിൽ ജനിക്കാൻ പറ്റിയത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. അമ്മച്ചിയുടെ പേരെന്താ? സ്ഥലം എവിടെയാ? എന്തായിരുന്നു, എന്ത് പറ്റിയായിരുന്നു, അസുഖം എന്തായിരുന്നു? അമ്മച്ചിയുടെ ഏണിന് എന്ത് പറ്റി? അതെ, ഈ കാല് ഏണ് കൂട്ടി ഞരമ്പ് വലിഞ്ഞു കൂട്ടിയിട്ട് വീഴുന്ന ഒരു പ്രയാസമായിരുന്നു അമ്മച്ചിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭാഗം കൂട്ടിയുള്ള കർത്താവിൻ്റെ ഒരു സ്പർശനം ഉണ്ടായി. നട്ടലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. നടു തളർന്നു പോകത്തില്ല. ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കണ്ട. ഹല്ലേലൂയ. കാലൊക്കെ തുറച്ചു കൊടുത്ത അമ്മച്ചി. ഇപ്പോൾ നടുവിന് വേദന തോന്നുന്നുണ്ടോ? ഇല്ല. കരമടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ കുഞ്ഞു കാണിച്ചേ എന്ന് പറഞ്ഞേ. തിരിഞ്ഞേ. ആ കാലത്ത് വരച്ചോടെയാവോ? കാലത്ത് വരച്ച് മുട്ടിനകത്ത് വെള്ളം കുടിച്ചിട്ട് 2 കുപ്പി വെള്ളം ഒഴിച്ചു. 5 വർഷമായി. മുട്ടിന് 10 ലക്ഷം രൂപ മാറി വെക്കണമെന്ന് പറഞ്ഞു. മുട്ടിന് 10 ലക്ഷം രൂപ മാറി വെക്കാൻ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഭർത്താവിന് കരളിന് വീക്കമായിട്ട് 8 മാസമായിട്ട് വീട്ടിൽ പോയി ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ മരുന്ന് നിർത്തി. അപ്പോൾ എനിക്ക് തളർച്ച തുടങ്ങി, ശരീരം മൊത്തം തളർച്ച തുടങ്ങി. ഞാൻ ചിറ്റടിയിൽ വന്ന് ബ്രദറിനെ കണ്ട് ഒരു കൈകാലെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ തോളം അമ്മച്ചിയുടെ കൈ പൊങ്ങത്തിലായിരുന്നു. ചിറ്റടിയിലെ ഏകദിന കൺവെൻഷൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കൈ പൊക്കത്തില്ല, കൈ പൊങ്ങരുന്ന്. കൈ അന്നേരം ഉയർത്തി. ഹല്ലേലൂയ. ഛർദി വരും, തലകറക്കം വരും. എല്ലാവരും പറഞ്ഞു ക്യാൻസറിൻ്റെ ആരംഭമായിരിക്കും. ഞാൻ പറഞ്ഞു ദൈവമല്ലേ, ഞാൻ മരിക്കുള്ളൂ, ദൈവത്തിനെ വിളിക്കും. ആ കച്ചിത്തരുമ്പ് മാത്രമേ ഉള്ളൂ, ഒന്നോടെ ഞാൻ പോയി നോക്കണ്ടെന്ന് പറഞ്ഞു. ഭർത്താവിന് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതലായി എനിക്ക് ചികിത്സയിലറിയാം. ശരിക്കും 18 കൊല്ലമായി വേദന തുടങ്ങിയിട്ട്. ഇപ്പോൾ 5 മാസമായിട്ട് എനിക്ക് തളർച്ചയാണ് ശരീരത്തിന്. കൈയും കാലും ബലമില്ലാതൊക്കെ വീഴും. കൈയും കാലും ബലമില്ലാതൊക്കെ അമ്മച്ചി വീഴുന്ന ഒരു പ്രയാസത്തിലായിരുന്നു. നമുക്ക് ആ സങ്കടം കണ്ടോ? 40,000 രൂപയുടെ ഒരു സ്കാനിങ് എനിക്ക് തന്നു. കോട്ടയത്ത് മംഗളത്തിൽ ചന്തം പറഞ്ഞു വെച്ച് സ്ഥലം വിൽക്കേണ്ടി വരുമല്ലോ. 5 സെന്റ് സ്ഥലം കൊണ്ട് വിൽക്കുന്നില്ല, ഞാനൊരു ധ്യാനത്തിന് പോകാം ഡോക്ടർ എന്ന് പറഞ്ഞു. മാത്തൂ ഡോക്ടർ. പിന്നെ ദീപക് എന്ന് പറയുന്ന കാരിത്താസിലുള്ള ന്യൂറോളജി സർജൻ പറഞ്ഞു, ചേച്ചി ഒരു കവുന്ന ഇല പോലും എടുക്കരുത്. ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ? കുനിഞ്ഞവരെ ഇല പോലും എടുക്കരുതെന്ന് പറഞ്ഞു വിട്ടിരുന്ന വ്യക്തിയാണ്. ഞാൻ പറയും വേറെ വീട്ടിൽ കഞ്ഞി ചൂടാൻ വെക്കണം, ഭർത്താവ് രോഗിയാന്ന് പറഞ്ഞു. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ TV-ക്കകത്ത് ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഒന്നോടെ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാണ് കാരിത്താസിൽ സ്കാനിങ്ങിനായിട്ട് പോകുന്നത്. അപ്പം പറഞ്ഞു പ്രാർത്ഥന പോയിടും, ചേച്ചിയുടെ വിശ്വാസം ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആ പേപ്പർ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, അമ്മച്ചി ശാലോമിലെ പ്രോഗ്രാം കണ്ട് ആ ടെലിവിഷൻ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം. സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഓപ്പറേഷൻ വേണ്ട. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ. അമ്മച്ചി ഒന്ന് കുനിഞ്ഞ് കാണിച്ചേ. കുനിഞ്ഞേ. ആ പിടിക്കായല്ലോ. ഹല്ലേലൂയ. തിരിച്ചേ. കാലൊക്കെ ഒന്ന് കുറഞ്ഞേ. ഹല്ലേലൂയ. അതായത് അമ്മച്ചി പറയുന്നു, അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ വയറ് വീർക്ക, കരളിൻ്റെ അസുഖമായിരുന്നു. വർഷങ്ങൾക്കും അരുവിത്രപ്പള്ളിയിൽ ഞാൻ ഒരു നൈറ്റ് വിജിൽ നടത്തി. അന്നത്തെ സൗഖ്യ പ്രാർത്ഥനയിൽ അമ്മച്ചിയുടെ ഭർത്താവിനെ കർത്താവ് തൊട്ടു. ആ കരളിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഒരു ദിവസം 500 രൂപയുടെ മരുന്ന് വേണമെന്ന് കഴിച്ചിരുന്ന അന്ന് നിർത്തിയെന്ന. കരമടിച്ചു നന്ദി പറയട്ടെ. എന്നെ അവിടെ കൊണ്ട് വിട്ടു.
ജോലിക്ക് പോകുന്നുണ്ട്. എന്നെ പറഞ്ഞു വിട്ടു, അമ്മച്ചി വീട്ടിലുള്ളതുകൊണ്ട് വരാൻ. അടുത്ത മാസം പുള്ളി പറഞ്ഞു വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരും. സന്തോഷമായി. കരം പിടിച്ചു നന്ദി പറയട്ടെ. കരം ഉയർത്തി ഒന്ന് അടിച്ചേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. തീജ്വാലയാ റൂഹായേ വരേണമേ, തീജ്വാലയാ റൂഹായേ വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ.